അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം ഹോർമുസ് കടലിടുക്കിൽ അത്യന്തം അപകടകരമായ തലത്തിലേക്ക് വളരുമ്പോഴും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ വ്യവസായ ഖനന വ്യാപാര മന്ത്രാലയത്തിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിനിടെയാണ് അമേരിക്കയ്ക്ക് ശക്തമായ മറുപടിയുമായി അദ്ദേഹം സംസാരിച്ചത്. ഇറാൻ അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായി ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി തങ്ങളുടെ അവകാശങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നുമാണ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴുള്ള ഈ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനങ്ങൾക്കും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുൻപിൽ ഇറാൻ മുട്ടുമടക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വിദേശ ശക്തികൾ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത് സമ്മർദ്ദത്തിലൂടെയും രാജ്യത്തിനകത്ത് അശാന്തി പടർത്തിയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ശത്രുക്കളുടെ ഇത്തരം പദ്ധതികളെ ഇറാനിലെ ജനത ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുകയാണെന്നും ദേശീയ ഐക്യമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഇറാൻ തടസ്സമാകുന്നു എന്നാണ് നിലവിലെ സംഘർഷങ്ങളുടെ അടിസ്ഥാനം. ഹോർമുസ് കടലിടുക്കിലെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവും തുടർന്നുണ്ടായ പ്രത്യാക്രമണങ്ങളും മേഖലയെ സ്ഫോടനാത്മകമാക്കിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള സാധ്യതകൾ ആരായുന്നതിനു പകരം അമേരിക്ക ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നതെന്ന് ഇറാൻ കരുതുന്നുണ്ട്. അതേസമയം സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു ചെറിയ ധാരണാപത്രത്തിലേക്ക് അടുക്കുന്നു. ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത്. യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകൾ രഹസ്യമായി നടക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ തൊട്ട് കളിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം നടക്കില്ലെന്ന് വ്യവസായ മന്ത്രാലയത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഖനന വ്യാപാര മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് ഉപരോധങ്ങളെ അതിജീവിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല നിബന്ധനകളും ഇറാന്റെ പ്രതിരോധ ശേഷിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും ഇറാൻ കൈവരിച്ച പുരോഗതി അമേരിക്കയെയും ഇസ്രയേലിനെയും അലോസരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ മേഖലകളിലെ ഗവേഷണങ്ങളും വികസനവും തങ്ങളുടെ അവകാശമാണെന്നും അതാർക്കും വിട്ടു നൽകില്ലെന്നുമാണ് പെസഷ്കിയാൻ അടിവരയിട്ട് പറയുന്നത്. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെ ഇറാന്റെ ശത്രുക്കളായി ചിത്രീകരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. എന്നാൽ ഇറാൻ അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. വിദേശ സൈനിക സാന്നിധ്യമാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്നും അമേരിക്കൻ സേന ഈ പ്രദേശം വിട്ടുപോകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ സ്വീകരിക്കുന്ന മാക്സിമം പ്രഷർ നയം പരാജയപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ഇറാൻ ജനത അടിയറവ് പറയില്ലെന്ന് പെസഷ്കിയാൻ പറയുന്നു. രാജ്യത്തിനകത്തെ ചില പ്രതിഷേധങ്ങളെ വിദേശ ശക്തികൾ ഊതിവീർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ തന്ത്രപ്രധാനമായ ആസ്തികൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് നേരിടാൻ റവല്യൂഷണറി ഗാർഡ് സജ്ജമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമാധാനം ആഗ്രഹിക്കുമ്പോഴും യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാനുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വം അമേരിക്ക തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യ ചർച്ചകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഒരു പേജിൽ ഒതുങ്ങുന്ന ലളിതമായ കരാറിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക തയ്യാറാക്കുന്നത് ഇറാന്റെ കരുത്തിന് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നതുകൊണ്ടാണെന്നാണ് ടെഹ്റാന്റെ പ്രചാരണം. ഇറാൻ ജനത അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടെന്ന് പെസഷ്കിയാൻ പറഞ്ഞു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് വലിയൊരു വില നൽകേണ്ടി വരും. ആ വില നൽകാൻ ഇറാൻ തയ്യാറാണ്. അമേരിക്കയുടെ മുൻപിൽ തല കുനിച്ചുകൊണ്ടുള്ള സമാധാനം ഇറാന് ആവശ്യമില്ല. അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ അദ്ദേഹം കഠിനമായി വിമർശിച്ചു. ഒരു വശത്ത് ചർച്ചകൾക്ക് താല്പര്യം കാണിക്കുകയും മറുവശത്ത് ഉപരോധങ്ങളും സൈനിക ഭീഷണികളും തുടരുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാജ്യമാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന റഷ്യയും ചൈനയും ഇറാൻ പിന്തുണ നൽകുന്നവരാണ്.
ഈ സഖ്യം തങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ടെന്ന് പെസഷ്കിയാൻ സൂചിപ്പിച്ചു. അമേരിക്കൻ ഏകധ്രുവ ലോകം അവസാനിക്കുകയാണെന്നും പുതിയൊരു ആഗോളക്രമം രൂപപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടി സുരക്ഷിതവും സ്വതന്ത്രവുമായ ഒരു ഇറാൻ കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഏത് വലിയ ശക്തിയോടും ഏറ്റുമുട്ടാൻ രാജ്യം തയ്യാറാണ്. പെസഷ്കിയാന്റെ ഈ പ്രസംഗം ഇറാനിലെ സൈനിക നേതൃത്വത്തിനും സാധാരണ ജനങ്ങൾക്കും ഒരുപോലെ ആവേശം നൽകുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ സ്ഫോടനങ്ങൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ഇറാൻ തങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുകയാണ്. അമേരിക്കയുമായുള്ള ബന്ധം എങ്ങോട്ട് തിരിയുമെന്ന് ഉറപ്പില്ലെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾക്കായി ഏതറ്റം വരെയും പോകാൻ ടെഹ്റാൻ തയ്യാറാണെന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ പരിസമാപ്തി എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ്. സമാധാനത്തിന്റെ വാതിൽ തുറന്നിടുമ്പോഴും പോരാട്ടത്തിന്റെ വീര്യം ചോർന്നു പോകാതെ ഇറാൻ കാത്തുസൂക്ഷിക്കുന്നു.